നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റഫറി. ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ മാറിയ ജീവിത സാഹചര്യത്തിൽ മിക്ക സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ. യൂട്രസ്, സിസ്റ്റ്, ഫൈബ്രോയിഡ്, അതുപോലെ PCOD ഉള്ള ഒത്തിരി ടീനേജേഴ്സ് ഉണ്ട്. പിന്നെ എൻഡോമെട്രിയോസിസ്. ഇങ്ങനെ നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചെയ്യാവുന്ന യോഗാസനങ്ങളാണ് ഇന്ന് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ മിക്കവാറും ഉള്ള സിംറ്റംസാണ് ഇങ്ങനെ യൂട്രസിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള സിംറ്റംസാണ് ഇറഗുലർ പീരീഡ്സ്, ക്രമം തെറ്റിയ ആർത്തവം, അതുപോലെ ആ സമയത്ത് കൂടുതലായിട്ട് ബ്ലഡ് പോവുക, പിന്നെ കൂടെ യൂറിൻ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഇതൊക്കെ ഈ ഫൈബ്രോയിഡൊക്കെ ഉള്ളവർക്ക് കാണുന്ന ഒരു ലക്ഷണങ്ങളാണ്. അതുപോലെ ശക്തമായ ലോവർ ബാക്ക് പെയിൻ, അടിവയറ്റിൽ വേദന, അതുപോലെ പീരീഡ് സമയത്ത് ശക്തമായ വേദന അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് ഞാൻ കാണിച്ചു തരുന്ന യോഗാസനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചെയ്യാവുന്നത് ബദ്ധകോണാസന ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു യോഗാസനമാണ്. അതിനു മുമ്പ് ബദ്ധകോണാസനത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കാണും. അപ്പം അവരിങ്ങനെയുള്ള ഒരു സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ ഇങ്ങനെ ചെയ്യണം. ഇത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഹിപ്പ് ലൂസണിങ് എക്സസൈസുകളൊക്കെ ചെയ്യണം. അങ്ങനെ നിരവധി തവണ നിങ്ങൾ ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് വേണം കാലുകൾ ഇങ്ങനെ പാദം തമ്മിൽ അടുപ്പിച്ച് പിടിച്ചിട്ട് നമ്മുടെ പെരിനിയത്തിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരിക. കൈകളിങ്ങനെ കോർത്ത് പിടിച്ച് കാലിൻ്റെ പാദത്തിൽ കോർത്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ താന്നിരിക്കണം. എന്നിട്ട് ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ചെയ്യുക. ഇതാണ് ബദ്ധകോണാസനം എന്ന് പറയുന്നത്. ഇതിങ്ങനെ മുട്ട് താഴേക്ക് വരാത്തവർക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുക. ചിലപ്പോൾ അത് ചിലർക്ക് വരുള്ളൂ. അവർ വൈഡായിട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഫോഴ്സിൽ ഒത്തിരി വേദന എടുക്കാത്ത രീതിയിൽ ചെയ്ത് ശീലിക്കുക. അപ്പം ഇങ്ങനെ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഫൈബ്രോയിഡ്, സിസ്റ്റ്, PCOD ഒക്കെ മാറുന്നതിന്, യൂട്രസിൻ്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറുന്നതിന് ഇങ്ങനെ ഈ യോഗാസനം ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് കാലുകൾ അല്പം അകത്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ശ്വാസം എടുത്ത് കൈ ഉയർത്തി ഓപ്പോസിറ്റ് ഇങ്ങനെ. ഈ സമയത്തൊക്കെ നമ്മുടെ അടിവയറിൽ നല്ല പ്രഷർ വരും. ഇതിങ്ങനെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ കൈകളിങ്ങനെ കോർത്ത് പിടിക്കണം. എന്നിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ചക്കി ചലനാസനം എന്ന് പറയും. ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക് വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഇങ്ങനെ ഒരു റൊട്ടേഷൻ ചക്കിൽ ആട്ടുന്നത് പോലെ. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്, ചക്കി ചലനാസനം. ഇനി നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ സമയമൊക്കെ നമ്മുടെ അടിവയറിൽ നല്ലൊരു പ്രഷർ വരും. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾ 2 ഡയറക്ഷനിൽ ചെയ്യണം. ഒരു 10 സെറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യുക, ഒരു 10 സെറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും ഒരു 10 തവണ ചെയ്യുക. അങ്ങനെ 3 സെറ്റ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. സമയം പോലെ ചെയ്യുക.
ഇനി ചെയ്യാവുന്നതാണ് ത്രികോണാസനം. ത്രികോണാസനം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം കാലുകൾ ചേർത്ത് നിൽക്കണം. എന്നിട്ട് കാല് കുറച്ച് അകത്ത് വയ്ക്കുക. എന്നിട്ട് റിവോൾവ് ട്രയാങ്കിൾ പോസാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം അതിന് മുമ്പൊന്ന് ഫ്ലെക്സിബിലിറ്റി വരാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കൈ കുത്തിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കുക. ഇത് നിങ്ങൾ ഒരു 10 തവണ ചെയ്യുക. അങ്ങനെ 2 സെറ്റ് ചെയ്യുക. 10 തവണ ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും 10 തവണ ചെയ്യുക. അങ്ങനെ 2 സെറ്റ് ചെയ്യുക. ഇത് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് പാദഹസ്താസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് സാവധാനം കൈകൾ മുകളിലേക്ക് ഉയർത്തി സാവധാനം താഴേക്ക്. കാലിന് ഇരുവശവുമായി കൈ പതിപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. ഓക്കെ. മുട്ട് ഫസ്റ്റിൽ നിങ്ങൾക്ക് മുട്ട് നിവർന്ന് വയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ മുട്ട അല്പം ഒന്ന് ബെൻഡ് ചെയ്യുക. എന്നിട്ട് മുട്ടിൻ്റെ അങ്ങോട്ട് നമ്മുടെ നെറ്റി മുട്ടിക്കാൻ ശ്രമിക്കുക. ഈ സമയം നമ്മുടെ അടിവേരിൽ നല്ല പ്രഷറുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള യോഗാസനങ്ങളൊക്കെ ഫൈബ്രോയിഡിൻ്റെയൊക്കെ വലിപ്പം ഗ്രാജുവലി കുറഞ്ഞിട്ട് അത് നിശേഷം മാറാൻ സഹായിക്കുന്ന യോഗാസനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുടങ്ങാതെ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.